വിടവാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. നാളെ മുതൽ ശനിയാഴ്ച വരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പൊതുദർശനം. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലെ ശവകുടീരത്തിലാണ് അന്ത്യവിശ്രമമൊരുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചിരുന്ന സാന്താ മാർത്തയിലെ ചാപ്പലിൽ ഒറ്റമരപ്പെട്ടിയിലാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കും സംസ്കാരം നടക്കുന്ന സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്കും വിശ്വാസികളുടെ പ്രവാഹമാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് ചേരുന്നുണ്ട്. ജെയിംസ്, നമ്മളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിരുന്നു. ഇന്നലെ മുതൽ ലോകം മുഴുവൻ കണ്ണീർ വാർക്കുകയാണ്. ലാളിത്യത്തിൻ്റെ ആൾരൂപം എന്ന് ഒറ്റവാക്കിൽ നമുക്ക് മാർപ്പാപ്പയെക്കുറിച്ച് പറയാം. സംസ്കാര ശുശ്രൂഷ പോലും ഏത് രീതിയിലായിരിക്കണമെന്ന് അദ്ദേഹം മുന്നേ കൂട്ടി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ അത് അർത്ഥവത്താക്കുന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും സംസ്കാര ശുശ്രൂഷ, ആ ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? അവിടേക്ക് ഈ പറഞ്ഞതുപോലെ അവിടേക്ക് ആൾക്കാരുടെ പ്രവാഹമാണല്ലോ, അങ്ങനെയുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശ്രീനിത, പ്രവിത, കീർത്തന, വലിയ സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് റോമിൽ നിന്നും വത്തിക്കാനിൽ നിന്നും വരുന്ന ആയിരക്കണക്കിന് വിശ്വാസികളും മാർപ്പാപ്പയുടെ ആരാധകരും ഈ സംസ്കാരം നടക്കുന്ന സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിലേക്കും ഒപ്പം തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിലേക്കും തടിച്ചുകൂടുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥനാ നിരതമായിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ സെൻറ്റ് മാർത്തയിലെ മാർപ്പാപ്പ താമസിച്ചിരുന്ന ഭവനം, വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് ചെറിയൊരു ഭവനത്തിലാണ്, സെൻറ്റ് മാർത്ത ഭവനത്തിലാണ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് താമസിച്ചിരുന്നത്. ആ ഔദ്യോഗിക വസതിയിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഒറ്റ തടി ഉള്ള ടോമ്പിൽ, സാധാരണക്കാരെ ചെയ്യുന്ന തടിയുള്ളൊരു ശവമഞ്ചത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മാർപ്പാപ്പ പ്രത്യേകം പറഞ്ഞിരുന്നു, മാർപ്പാപ്പമാർക്ക് 3 ലെയറുള്ള കോഫിൻ അല്ലെങ്കിൽ ശവമഞ്ചം തയ്യാറാക്കാറുണ്ട്. വളരെ വില കൂടിയ ഓക്ക് മുതൽ പ്രധാനപ്പെട്ടതൊക്കെ ഉൾപ്പെട്ട 3 തരത്തിലുള്ള മഞ്ചങ്ങളാണ് ഒരുക്കാറുള്ളത്. പക്ഷെ അതൊന്നും പാടില്ല. തന്നെ ഒറ്റ മരത്തടിയിൽ, സാധാരണയുള്ളൊരു തടിയിൽ ഉള്ള ഒരു ശവമഞ്ചത്തിൽ കിടത്തി വേണം കൊണ്ടുപോകാൻ. യാതൊരു തരത്തിലുള്ള ആഡംബരങ്ങൾ പാടില്ല. അതുപോലെ തന്നെ തൻ്റെ ശവകുടീരത്തിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും പാടില്ല. അങ്ങനെ മരണത്തിലും ലാളിത്യം സൂക്ഷിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ അതൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. മരണപത്രം എടുത്ത് വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കർദിനാൾമാരുടെ യോഗം നടന്നു ശനിയാഴ്ച. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശനിയാഴ്ച ഇറ്റാലിയൻ സമയം രാവിലെ 10 മണിക്ക്, ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 1:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും സ്ക്വയറിലും എത്തുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിയാവും സംസ്കാര ചടങ്ങുകളും ശുശ്രൂഷകളും നടക്കുക. അതിനുശേഷമായിരിക്കും സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. യഥാർത്ഥത്തിൽ വത്തിക്കാനിലാണ് ഭൂരിപക്ഷം മാർപ്പാപ്പമാരെയും അടക്കിയിട്ടുള്ളത്. 7 മാർപ്പാപ്പമാരെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അടക്കിയിട്ടുള്ളത്. അതും ഏറ്റവും അവസാനം അടക്കിയിട്ടുള്ളത് 1669-ലും 1903-ലൊക്കെയാണ്. എന്തായാലും ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് എന്തായാലും സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിലേക്ക് ഒരു മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര നടക്കാൻ പോകുന്നത്. ലോക നേതാക്കൾ എത്തുന്നുണ്ട്. വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഉക്രൈന് വേണ്ടി വാദിച്ച ആളാണ് മാർപ്പാപ്പ. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത. അതേസമയം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുന്നില്ല, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തില്ല. അതിന് കാരണമുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ പുടിനെ അറസ്റ്റ് ചെയ്യാനായി ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ റഷ്യയുടെ അതിർത്തി വിട്ട് ഇറ്റലിയിലെത്തിയാൽ, ഇറ്റലി ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് പുടിനെ ഔദ്യോഗികമായിട്ട് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അറസ്റ്റിൽ നിന്ന് കൊടുക്കാൻ എന്തായാലും പുടിൻ തയ്യാറാവില്ല. അതുകൊണ്ട് കൂടിയായിരിക്കണം പുടിൻ വരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ട്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരുന്നുണ്ട്, അർജന്റീനിയൻ പ്രസിഡന്റ്, അർജന്റീനക്കാരനാണ് പോപ്പ്, അവിടുത്തെ ജാവിയർ മിലൈ വരുന്നുണ്ട്, അർജന്റീനിയൻ പ്രസിഡന്റ്. ഇന്ത്യയിൽ നിന്ന് വലിയ ഒരു സംഘം പോകുന്നുണ്ട്. ചൈന ഇതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചൈനയുടെ ഔദ്യോഗിക സംഘം വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. എന്നാലും അയക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള 100-ലേറെ രാഷ്ട്രത്തലവന്മാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ളൊരു
ഗാർഡഡ് സെക്യൂരിറ്റി ആയിരിക്കും വത്തിക്കാനിലും പുറത്തുമുണ്ടാവുക. വത്തിക്കാൻ പുറത്തേക്കുന്നായിരിക്കും റോമിലെത്തിയാണ്. റോമിലെ മെത്രാൻ എന്നുകൂടിയാണ് മാർപ്പാപ്പമാരെ അറിയപ്പെടുന്നത്. മാർപ്പാപ്പമാർ റോമിലെ മെത്രാനാണ്. ഒരേ സമയം 140 കോടി കത്തോലിക്കരുടെ തലവനാണ്. അതും കൂടാതെ വത്തിക്കാൻ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം, 108 ഏക്കർ മാത്രമുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനാണ്. അപ്പോൾ പൊളിറ്റിക്കലും റിലീജിയസും ആയിട്ടുള്ള അധികാരങ്ങൾ പേറുന്ന ഒരാളാണ് മാർപ്പാപ്പ. ഒരുപക്ഷെ ആത്മീയ അധികാരി എന്ന നിലയിൽ ലോകത്തെമ്പാടും 140 കോടി വിശ്വാസികളുടെ തലവൻ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അതിശക്തമായി ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയും അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും പാലസ്തീനികളുടെ കൂടെ നിൽക്കുന്ന മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ദുഃഖത്തിൻ്റെതാണ്. അവിടെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും തങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ ഒരു മാർപ്പാപ്പയുടെ ചിന്തകളുമായിട്ടാണ് പാലസ്തീനിൽ ഗസയിൽ ഈ തരത്തിലുള്ള ആചരണങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ലോകമെമ്പാടുമുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസികൾ, രാഷ്ട്രീയ ചിന്താഗതിയിൽപ്പെട്ടവരൊക്കെ ഈ മാർപ്പാപ്പയുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ലോകമെമ്പാടും നിന്നും രാഷ്ട്രത്തലവന്മാരൊക്കെ ദുഃഖ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ശരി, PP ജെയിംസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വിടവാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ചയാണ്. ഈ കാര്യം വത്തിക്കാൻ അറിയിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ മുതൽ ശനിയാഴ്ച വരെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് പൊതുദർശനം. ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പ്രത്യേകിച്ച് ലോക നേതാക്കൾ ഉൾപ്പെടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ PP ജെയിംസ് നൽകുന്ന വിവരം.